വണ്ടിപ്പെരിയാർ പശ്ചിമല മ്ലാമല റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ പറഞ്ഞു. റോഡിനായി 3,85 ലക്ഷം രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞതായും എംഎൽഎ വ്യക്തമാക്കി. ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച് ഏപ്രിൽ മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും എംഎൽഎ പറഞ്ഞു. ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ട അടിയന്തരമായി പുനർനിർമ്മിക്കേണ്ട റോഡിലുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന വണ്ടിപ്പെരിയാർ പശ്ചിമല മ്ലാമല റോഡ് പുനർനിർമ്മിക്കുവാൻ 5 കോടി രൂപയാണ് സർക്കാർ ആദ്യം അനുവദിച്ചത്. ഇതിന് ഭരണാനുമതി ലഭിച്ചിരുന്നു. എന്നാൽ ഈ റോഡിന്റെ കുറച്ചു ഭാഗം എംഎൽഎയുടെ ഫണ്ടിൽ നിന്നും ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചതിനാൽ നേരത്തെ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പുതുക്കി ലഭ്യമാക്കേണ്ടതായി വന്നു. ഇങ്ങനെ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം റോഡിന്റെ നിർമ്മാണത്തിനായി 3,85 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിനുള്ള ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞതായും എംഎൽഎ പറഞ്ഞു. പുതുക്കിയ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ 3,85 ലക്ഷം രൂപയാണ് ഇപ്പോൾ ബാക്കി തുകയായി അനുവദിച്ചിട്ടുള്ളത്. അത് വളരെ മനോഹരമായി എത്രയും വേഗം പണി തീർക്കുവാനുള്ള ജോലികൾ നടന്നു വരികയാണ്. ഗൂർഖാപുര പ്രദേശത്തെ പണികൾ പൂർത്തീകരിക്കുവാൻ ഞാൻ പ്രത്യേകം ഫണ്ട് വെച്ചിരുന്നു. എന്നാൽ നമുക്ക് തേങ്ങാക്കൽ മുതൽ കോഴിക്കാനം വരെ സാങ്കേതിക അനുമതി ഒരാഴ്ചയ്ക്കകം ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി വരുന്ന ജനുവരി നിർമ്മാണം ആരംഭിച്ച ഏപ്രിൽ മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം മ്ലാമല തേങ്ങാക്കൽ കിഴക്കേ പുതുവൽ കോഴിക്കാനം ഏലപ്പാറ റോഡ് നിർമ്മിക്കുവാൻ 2024-25 വർഷത്തെ ബജറ്റിൽ 8 കോടി രൂപ അനുവദിച്ചതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതി ലഭ്യമാക്കാൻ ധനകാര്യ വകുപ്പിനെ കൈമാറിയിട്ടുണ്ടെന്നും ഉടൻ ഭരണാനുമതി ലഭ്യമാകുമെന്നും എംഎൽഎ വ്യക്തമാക്കി. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.